നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിൽ ഇന്ത്യൻ വിദ്യാർത്ഥിനിയുടെ വിസ പിൻവലിച്ചു. നാടുകടത്തൽ ഭീഷണിയിൽ മലയാളി പെൺകുട്ടി. UK-യിലെ സസെക്സിൽ താമസിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥിനിയായ ഗായത്രി മണികണ്ഠൻ വിസ റദ്ദാക്കപ്പെട്ടതിനെ തുടർന്ന് നാടുകടത്തൽ ഭീഷണി നേരിടുന്നു. വർത്തിങ്ങിൽ താമസിക്കുന്ന ഗായത്രി യൂണിവേഴ്സിറ്റി ഓഫ് ഹെർട്ട്ഫോർഡ്ഷെയറിലെ 2ാം വർഷ BSc ഫാർമസ്യൂട്ടിക്കൽ സയൻസ് വിദ്യാർത്ഥിനിയാണ്. ഹാജർ നില കുറവാണെന്ന് ചൂണ്ടിക്കാട്ടി സർവകലാശാല കോഴ്സിൽ നിന്ന് പുറത്താക്കിയതോടെയാണ് ഹോം ഓഫീസ് വിസ റദ്ദാക്കിയത്. എന്നാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വീട്ടിലിരുന്ന് പഠിക്കാനും ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കാനും സർവകലാശാലയുമായി പ്രത്യേക കരാറുണ്ടായിരുന്നുവെന്ന് ഗായത്രി വ്യക്തമാക്കുന്നു. ആശുപത്രിയിൽ കഴിയുമ്പോൾ പോലും താൻ അസൈൻമെൻറ്റുകൾ കൃത്യമായി സമർപ്പിച്ചിരുന്നുവെന്നും യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് തന്നെ കോഴ്സിൽ നിന്ന് നീക്കിയതെന്നും വിദ്യാർത്ഥിനി പറയുന്നു. ജൂലൈ 13-നകം രാജ്യം വിടേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഇവർ. വിഷയത്തിൽ പ്രാദേശിക MP ഇടപെട്ടെങ്കിലും പുതിയ വിസയ്ക്ക് അപേക്ഷിക്കാൻ സർവകലാശാല നൽകേണ്ട ഔദ്യോഗിക പഠന സ്ഥിരീകരണ നമ്പർ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ നടപടി പ്രവാസി മലയാളി വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ യൂറോപ്യൻ യൂണിയനിൽ ഹോം റെയ്ഡും കടുത്ത നിയമങ്ങളും വരുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നും നാട് കടത്താൻ ഉത്തരവിട്ട അനധികൃത കുടിയേറ്റക്കാരെയും വിസ കാലാവധി കഴിഞ്ഞവരെയും കണ്ടെത്താൻ കടുത്ത നിയമനിർമ്മാണത്തിനൊരുങ്ങി യൂറോപ്യൻ കമ്മീഷൻ. ഇതിന്റെ ഭാഗമായി വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്ന ഹോം റെയ്ഡുകൾക്കും കുടിയേറ്റക്കാരെ ബ്ലോക്കിന് പുറത്തുള്ള 3ാം രാജ്യങ്ങളിലേക്ക് മാറ്റാൻ റിട്ടേൺ ഹബ്ബുകൾ സ്ഥാപിക്കാനും വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമം തയ്യാറായി. നിലവിൽ നാടുകടത്തൽ ഉത്തരവ് ലഭിച്ചവരിൽ 20% പേർ മാത്രമാണ് രാജ്യം വിട്ടുപോകുന്നത്. ഈ സാഹചര്യത്തിലാണ് നടപടികൾ കർശനമാക്കുന്നതെന്ന് യൂറോപ്യൻ കമ്മീഷണർ മാഗ്നസ് ബ്രണ്ണർ വ്യക്തമാക്കി. പുതിയ നിയമപ്രകാരം തടങ്കൽ കാലാവധി നീട്ടൽ, പ്രവേശന നിരോധനം, ബയോമെട്രിക്കൽ വിവരങ്ങൾ ശേഖരിക്കൽ, വിരലടയാളം എടുക്കാൻ ബലപ്രയോഗം നടത്തൽ എന്നിവയ്ക്ക് സുരക്ഷാ സേനകൾക്ക് അനുമതിയുണ്ടാകും. എന്നാൽ ഈ കടുത്ത നീക്കങ്ങൾക്കെതിരെ മനുഷ്യാവകാശ സംഘടനകളും NGO-കളും ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ നടത്തുന്ന ഹോം റെയ്ഡുകൾ അഭയാർത്ഥികളുടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്നതാണെന്നും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെപ്പോലും തടങ്കലിൽ വയ്ക്കാൻ ഇത് കാരണമാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ലണ്ടൻ റീസൈക്ലിംഗ് സെന്ററിൽ വൻ തീപിടുത്തം. ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. സൗത്ത് ലണ്ടനിലെ ബെർമൺസിയിലുള്ള ഒരു റീസൈക്ലിംഗ് സെന്ററിലുണ്ടായ വൻ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ 100ഓളം അഗ്നിശമന സേനാംഗങ്ങളും 15 ഫയർ എഞ്ചിനുകളും ചേർന്ന് കഠിനശ്രമം നടത്തി. തിങ്കളാഴ്ച വൈകുന്നേരം 5:30ഓടെ ലാൻഡ്മാൻവേയിലുള്ള കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഡെപ്റ്റ്ഫോർഡ്, ഓൾഡ് കെന്റ് റോഡ്, ഗ്രീനിച്ച് എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന യൂണിറ്റുകളാണ് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത്. ലണ്ടൻ നഗരത്തിന് മുകളിലേക്ക് കനത്ത പുകപടലങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ജനൽ ചില്ലുകളും വാതിലുകളും അടച്ചിടാൻ സമീപവാസികൾക്ക് ലണ്ടൻ ഫയർ ബ്രിഗേഡ് നിർദ്ദേശം നൽകി. അപകടത്തെ തുടർന്ന് ചാരിങ് ക്രോസ്, ലണ്ടൻ ബ്രിഡ്ജ് എന്നിവിടങ്ങളിലൂടെയുള്ള ട്രെയിൻ സർവീസുകൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. ടോൺ ബ്രിഡ്ജിൽ വെച്ച് പല സർവീസുകളും അവസാനിപ്പിക്കേണ്ടി വന്നതിനാൽ യാത്രക്കാർ മറ്റ് മാർഗങ്ങൾ തേടാൻ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ആവശ്യപ്പെട്ടു. 3 വർഷം മുൻപും സമാനമായ രീതിയിൽ സൗത്ത് വെസ്റ്റ് ലണ്ടനിലെ ഒരു റീസൈക്ലിംഗ് സെന്ററിൽ വലിയ തീപിടുത്തമുണ്ടാവുകയും കെട്ടിടം തകരുകയും ചെയ്തിരുന്നു. അടിയന്തര ഇടപെടലുകൾ കാരണം ഇത്തവണ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. കനത്ത നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. UK-യിൽ വീടുകൾ കയ്യേറി മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന കുക്വിങ് മാഫിയ സജീവം. UK-യിൽ പ്രായമായവരുടെയും ഭിന്നശേഷിക്കാരുടെയും വീടുകൾ ബലമായി കയ്യേറി മയക്കുമരുന്ന് സൂക്ഷിക്കാനും വിൽക്കാനുമുള്ള താവളമാക്കുന്ന കുക്വിങ് എന്ന അധോലോക കുറ്റകൃത്യം വ്യാപകമാക്കുന്നതായി പോലീസ് മുന്നറിയിപ്പ്. ലണ്ടനിൽ മാത്രം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 1539 കുക്വിങ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മയക്കുമരുന്ന് മാഫിയകൾ ഇരകളെ സ്വന്തം വീടുകളിൽ തടവുകാരാക്കുകയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്യുന്നു. തലച്ചോറിന് പരിക്കേറ്റ ജാമി എന്ന യുവാവിൻ്റെ ഫ്ളാറ്റ് കയ്യേറി വസ്ത്രങ്ങളും വിലപിടിപ്പുള്ള സാധനങ്ങളും മോഷ്ടിച്ച സംഭവവും, മയക്കുമരുന്ന് കടം വീട്ടാനായി സ്വന്തം കിടപ്പുമുറിയിൽ മാസങ്ങളോളം തടവിലാക്കപ്പെട്ട ജാക്കി എന്ന സ്ത്രീയുടെ അനുഭവം ഈ മാഫിയയുടെ ക്രൂരതയ്ക്ക് തെളിവാണ്. വലിയ നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന കൗണ്ടി ലൈൻസ് ശൃംഖലയുമായി ഇതിന് നേരിട്ട് ബന്ധമുണ്ട്. നിലവിൽ കുക്വിങ് ഒരു പ്രത്യേക ക്രിമിനൽ കുറ്റമല്ലാത്തതിനാൽ മറ്റു വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന പുതിയ ക്രൈം ആൻഡ് പോലീസിംഗ് ആക്ട് 2026 ഈ വർഷാവസാനത്തോടെ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇതിന് തടയിടാനാകുമെന്നാണ് ഹോം ഓഫീസ് വക്താവ് വ്യക്തമാക്കുന്നത്. UK-യിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ബുക്കിംഗ് നിയമങ്ങൾ കർശനമാക്കി. അപേക്ഷകർ ഹാജരാകാത്തത് പ്രതിസന്ധിയാകുന്നു. UK-യിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷയ്ക്കുള്ള കാത്തിരിപ്പ് കാലാവധി 5 മാസത്തിലധികമായി നീളുന്ന സാഹചര്യത്തിൽ ബുക്കിംഗ് നിയമങ്ങൾ ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ്സ് ഏജൻസി കർശനമാക്കി.
പുതിയ നിയന്ത്രണപ്രകാരം അപേക്ഷകർക്ക് തങ്ങൾ ആദ്യം ബുക്ക് ചെയ്ത സെന്ററിന് ഏറ്റവും അടുത്തുള്ള 3 കേന്ദ്രങ്ങളിലേക്ക് മാത്രമേ ഇനി മുതൽ പരീക്ഷാ തീയതികൾ മാറ്റാൻ സാധിക്കൂ. കഴിഞ്ഞ വർഷം ബുക്ക് ചെയ്തവരിൽ 64,500 പേർ പരീക്ഷയ്ക്ക് ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് ഈ നടപടി. ഇത് ആകെ ബുക്കിംഗിന്റെ 3.2%. ലഭ്യമായ തീയതികളിൽ ദൂരെയുള്ള സെന്ററുകളിൽ ബുക്ക് ചെയ്ത ശേഷം പിന്നീട് വീടിനടുത്തുള്ള സെന്ററുകളിലേക്ക് മാറ്റുന്ന രീതി പലരും പിന്തുടർന്നിരുന്നു. ചില ഏജൻസികൾ ബോട്ട് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൂട്ടത്തോടെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്ത് ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ ശ്രമിച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കി. ഇംഗ്ലണ്ടിൽ നിലവിൽ ശരാശരി 22.7 ആഴ്ചയും സ്കോട്ട്ലൻഡിൽ 22.9 ആഴ്ചയുമാണ് ടെസ്റ്റിനായുള്ള കാത്തിരിപ്പ് സമയം. സൈനിക ഉദ്യോഗസ്ഥരെ പോലും പരീക്ഷകരായി നിയോഗിച്ച് പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് DVSA ചീഫ് എക്സിക്യൂട്ടീവ് ബെവർലി വാർമിംഗ്ടൺ വ്യക്തമാക്കി. പുതിയ പ്രാദേശിക നിയന്ത്രണം വ്യാജ ബുക്കിംഗുകൾ ഒഴിവാക്കാനും യഥാർത്ഥ അപേക്ഷകർക്ക് വേഗത്തിൽ അവസരം ലഭിക്കാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി, സ്ഥിര നിയമനങ്ങൾ വെട്ടിച്ചുരുക്കി താൽക്കാലിക ജീവനക്കാരെ തേടി UK കമ്പനികൾ. UKയിലെ തൊഴിൽ വിപണി കടുത്ത പ്രതിസന്ധി നേരിടുന്നതായി KPMG, റിക്രൂട്ട്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് കോൺഫെഡറേഷൻ എന്നിവർ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആഗോള സാമ്പത്തിക അസ്ഥിരതയും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളും കാരണം UKയിലെ പ്രമുഖ കമ്പനികൾ സ്ഥിര നിയമനങ്ങൾ ഒഴിവാക്കി താൽക്കാലിക ജീവനക്കാരെ ആശ്രയിക്കുകയാണ്. കഴിഞ്ഞ 10 മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ സ്ഥിര നിയമന നിരക്കാണ് മെയ് മാസത്തിൽ രേഖപ്പെടുത്തിയത്. ബിസിനസ് ചെലവുകൾ വർദ്ധിച്ചതും പുതിയ തൊഴിൽ നിയമങ്ങളുമാണ് കമ്പനികളെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നയിക്കുന്നത്. നിലവിൽ റീറ്റെയിൽ മേഖലയിലാണ് സ്ഥിര നിയമനങ്ങളിൽ ഏറ്റവും വലിയ ഇടിവുണ്ടായിട്ടുള്ളത്. എന്നാൽ നഴ്സിംഗ്, മെഡിക്കൽ കെയർ മേഖലകളിൽ മാത്രമാണ് സ്ഥിര ജീവനക്കാർക്കായി ഇപ്പോഴും ആവശ്യക്കാരുള്ളത്. രാജ്യം നേരിടുന്ന തൊഴിലില്ലായ്മ നിരക്ക് അപ്രതീക്ഷിതമായി 5% ഉയർന്നിട്ടുണ്ട്. UKയിൽ പഠനമോ ജോലിയോ ഇല്ലാത്ത യുവാക്കളുടെ എണ്ണം ഒരു ദശാബ്ദത്തിനിടയിൽ ആദ്യമായി 10 ലക്ഷം കടന്നതായി സർക്കാർ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. AI കടന്നുവരവും തുടക്കക്കാർക്കുള്ള തൊഴിലവസരങ്ങൾ ഗണ്യമായി കുറയാൻ കാരണമായി. ഈ സാഹചര്യത്തിൽ കമ്പനികൾ കൂടുതൽ ജാഗ്രത പുലർത്തുന്നതിനാൽ വരും മാസങ്ങളിലും താൽക്കാലിക കരാറുകൾക്ക് തന്നെയായിരിക്കും മുൻഗണനയെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂമലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂമലയാള UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.